അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൻ്റെ വീട്ടിലെ എച്ചിൽ കഴുകുന്ന വേലക്കാരിയെ തേടിക്കൊണ്ട് ഒരു കോടീശ്വരിയായ അറബിച്ചി ഇതാ തൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാൻ ലൈലയുടെ യജമാനത്തിക്ക് അല്പം ബുദ്ധിമുട്ടേണ്ടി വന്നു. അതെങ്ങനെ ഇത്രക്കും പാവപ്പെട്ട ഓൾ അന്വേഷിച്ച് കോടീശ്വരിയായ അറബിച്ചി വരെ? ഇതെന്തിപ്പോൾ സംഭവം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതും എൻ്റെ ഭർത്താവ് ഒരുപാട് കാലം ഗൾഫിലായിരുന്നു. അതെ, അവിടുത്തെ മുതലാളിച്ചിയാണ് വന്നിരിക്കുന്നത്, അതും ലൈലയെ അന്വേഷിച്ച്. എന്താ ഇതിൻ്റെ അർത്ഥം? അവൾക്ക് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയുന്നില്ലായിരുന്നു. എങ്കിലും ലൈലയെ കാണാൻ ഒരു കോടീശ്വരിയായ അറബിച്ചിയും വന്ന ആ ഒരു കാര്യം, അതിനെക്കുറിച്ചാണ് അവൾ ചിന്തിക്കുന്നത്. തൻ്റെ യജമാനത്തിയുടെ പിന്നിലാണ് ലൈല നിൽക്കുന്നത്. ആരാണ് വന്നതെന്നോ എന്തിനാണ് വന്നതെന്നോ ഒന്നും അറിയുന്നില്ല. മോളെ ലൈല എന്ന് ആദ്യത്തോടെ തൻ്റെ യജമാനത്തി തന്നെ വിളിച്ചപ്പോൾ ശരിക്കും മനസ്സിന് നല്ലൊരു ആശ്വാസമുണ്ടായിരുന്നു. എവിടെ ലൈല എവിടെ എന്നൊരിക്കൽ കൂടി അറബിയമ്മ ചോദിച്ചപ്പോൾ അതാ ലൈലയെ തൻ്റെ പിന്നിൽ നിന്ന് കൈ പിടിച്ചുകൊണ്ട് അറബിയമ്മയുടെ മുന്നിലേക്ക് കൊടുക്കുന്നു. ഒരു നിമിഷം അറബിയമ്മയെ കണ്ടപ്പോൾ ലൈലക്ക് എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന് ആയിപ്പോയി. അവൾ സലാം പറഞ്ഞുകൊണ്ട് അറബിയമ്മയുടെ അടുക്കലേക്ക് ഓടിയെത്തി. അറബിയമ്മ അവളെ ചേർത്ത് പിടിച്ചു, അവളുടെ പുറത്തു തട്ടി ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അറബിയമ്മയുടെയും. ഹേ ലൈല, എന്തത് കരയേ? അവൾ അറബിയമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. എന്ത് പറ്റി ലൈല, എന്തത്? എന്തായാലും ഞങ്ങൾ കണ്ടുപിടിച്ച് ഇവിടെ എത്തിയല്ലോ. ഞാൻ വിചാരിച്ചിരുന്നു കാണാതെ പോകേണ്ടി വരുമോ എന്ന്. എന്തായാലും അൽഹംദുലില്ലാ കണ്ടു കിട്ടിയല്ലോ. അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹ സംഭാഷണവും ആ ഒരു കെട്ടിപ്പിടുത്തവും കണ്ട് ശരിക്കും അതാ അവളുടെ യജമാനത്തി ആശങ്കയോടെ നോക്കുന്നു. എന്തപ്പോൾ ഇത് സംഭവം? അപ്പം ഞാനിതുവരെ ഇവിടെ പണിക്ക് വിളിച്ചത് ആരെയായിരുന്നു? ഇവരെ കയറ്റി അത്രക്കും വലിയ ബന്ധമുള്ള ഒരാളെ. റബ്ബേ, മറ്റുള്ളതൊന്നും അറിയണ്ട. ഞാൻ കുറേ അവളെ കടുപ്പം കാട്ടിക്കണ്. പഠിച്ചോനെ, അതൊന്നും പറയാഞ്ഞാൽ മതിയായിരുന്നു. എങ്കിലും ഇത്രക്കും വലിയ കോടീശ്വരിയായ അറബിച്ചിയുമായി എങ്ങനെയാണ് ലൈലക്ക് ബന്ധം എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ അവൾക്ക് അത് ആകാംക്ഷയാവുകയാണ്. മോളെ ലൈല, അവർക്ക് ചായ കൊടുക്ക് എന്ന് സ്നേഹത്തോടെ അപ്പോഴേക്കും അവൾ പറഞ്ഞിരുന്നു. ഹേയ്, അതൊന്നും വേണ്ട, അറബിയമ്മ പറയുന്നു. എങ്കിലും മോളെ ലൈല എന്നുള്ളൊരു വാക്ക് അവൾ വീണ്ടും കേട്ടതിൽ സന്തോഷിച്ചു. അറബിയമ്മ ലൈലയുടെ കൈകൾ പിടിച്ചിങ്ങനെ തലോടുകയാണ്. മോളെ, പിന്നെ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നത്. ആ വീട്ടുകാർ അത് ആകാംക്ഷയോടെ കേൾക്കുകയാണ്. പിന്നെ പാസ്പോർട്ട് എടുക്കണ്ടേ? അതാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ശരിക്കും അവർ ഞെട്ടി. പഠിച്ചോനെ, ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ ഹസ്ബൻഡ് കുറച്ച് കാലമൊക്കെ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നെ ഇതുവരെ കൊണ്ടുപോയിട്ടൊന്നുമില്ല. എന്നോട് ഇങ്ങനെ പറയായിരുന്നു, സാധാരണയായിട്ട് ഞങ്ങൾ അറബിച്ച് അതായത് ഇങ്ങനെ ഒരുപാട് കാലം ഇവിടെ നിൽക്കണമല്ലൊക്കെ ഉംറക്കായിട്ടും വിസിറ്റിങ്ങിനായിട്ടും അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ ചാൻസ് കൊടുക്കാറുണ്ട് എന്നൊക്കെ. അതിനിടയ്ക്കാണ് അദ്ദേഹം വന്നത്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് നല്ല ഖേദമുണ്ടായി. അപ്പം തന്നെ പോരണ്ടില്ലായിരുന്നു. ഇപ്പം കണ്ടില്ലേ ഓരോരുത്തരെ കൊണ്ടുപോകുന്നത്. പാസ്പോർട്ടിൻ്റെ കാര്യം കേട്ടതും ലൈല ശരിക്കും ഒന്ന് ഞെട്ടി. ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒന്നാണ്. ലൈല, എന്താ ഉംറയൊക്കെ ചെയ്യണ്ടേ? സിയാർത്ത് ചെയ്യണ്ടേ? റൗള ഷെരീഫ് കാണണ്ടേ? ഇതൊക്കെ ആഗ്രഹമല്ലേ? അത് കേട്ട് അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകുകയാണ്. പഠിച്ചോനെ, ഇതെന്തൊക്കെയാണ്? ഞാൻ സ്വപ്നം കാണാണോ? എനിക്കറിയുന്നില്ല. ആ ഒരു ഷോക്കിൽ നിന്ന് അവളതാ വിമുക്തിയായിട്ടില്ല. അറബിയമ്മ അവളെ തട്ടിക്കൊണ്ട് പറഞ്ഞ്, എന്താ ലൈല നീ ഒന്നും മിണ്ടാത്തത്? അപ്പോഴേക്കും അതാ ഉപ്പ ചായയുമായി വരുന്നു. ഹേ നോ, അതൊന്നും വേണ്ടില്ലായിരുന്നു. പഠിച്ചോനെ, നിങ്ങളൊക്കെ ചായ ഇട്ട് അല്ല, നിങ്ങൾ കഴിക്ക്. എൻ്റെ ഒരുപാട് കാലം എനിക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്തതല്ലേ. വളരെ സുഖമായിരുന്നു എല്ലാം കൊണ്ടും അവിടുത്തെ ജീവിതം. അതിന് മുമ്പ് ഞാൻ വേറൊരു സ്ഥലത്ത് പോയിരുന്നു, ദുബായിൽ. പക്ഷെ അവിടെ എനിക്ക് നിൽക്കാനൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നീടാണ് നിങ്ങളുടെ ഒരു സ്ഥലം അറിഞ്ഞതും നിങ്ങളെ ജോലിയിൽ ജോയിൻ ആയതും. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, അതുകൊണ്ടാണ് ഈ കണ്ടതൊക്കെ ഞാൻ നേടിയെടുത്തത്. കണ്ടില്ലേ, ഈ പറമ്പും ഈ വീടും ഇതിലുള്ളതെല്ലാം പിന്നെ ബിസിനസ്സും എല്ലാം റെഡിയായപ്പോൾ ഞാൻ എക്സിറ്റ് അടിച്ച് പോന്നു. എനിക്ക് തോന്നുകയാണ് ഇപ്പോൾ കുറച്ചും കൂടി നിന്നാൽ മതിയായിരുന്നു. എന്തിനാണിത്? ബഷീർ,
നിങ്ങൾക്ക് ജീവിതം, നിങ്ങൾക്കെന്നല്ല എനിക്കും എല്ലാവർക്കും ജീവിതം ഒന്നേ ഉള്ളൂ. ആ ഒരു ജീവിതത്തിൽ നമ്മൾ മാക്സിമം നമ്മുടെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ മാതാപിതാക്കളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതൊരു പക്ഷേ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അത് ആ ഒരു ഭാഗ്യം ലഭിക്കാൻ അതൊരു പ്രത്യേക ഒരു വിധി തന്നെയാണ്. സാധാരണയായി ഞാൻ എൻ്റെ സ്റ്റാഫിനെയൊക്കെ ഏകദേശം ഒരു 8 വർഷം, ഏറി വന്നാൽ 10, ആ ഒരു രീതിയിൽ നിർത്തുള്ളൂ. അതിനിടയ്ക്ക് അവർക്ക് ഉള്ള സ്ഥലം വാങ്ങാനുള്ള ക്യാഷ്, അതുപോലെ വീടിനുള്ളത്, ഇനി അതിനിടയിൽ മക്കളെ കെട്ടിക്കണ കാര്യത്തിന് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്, പിന്നെ അവർക്ക് ഉംറക്ക് കൊണ്ടുവരാൻ ഒരു ഫാമിലിയെ, അതൊക്കെ ഞാൻ അതിനിടയ്ക്ക് ചെയ്യും. എല്ലാവരും ഒരുമിച്ച് ചെയ്യും എന്നല്ല കേട്ടോ. ഞാനത് ഒരു നിശ്ചിത കണക്കിലേറെ ഞാൻ ആളുകളെ നിർത്താറില്ല, കമ്പനിയിലായാലും എന്ത് ജോലി സ്ഥലത്തായാലും. കാരണം അവർ നാട്ടിൽ ജീവിക്കട്ടെ അവരുടെ ഫാമിലിയുടെ കൂടെ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചായി കഴിഞ്ഞാൽ ഞാൻ തന്നെ അവരോട് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നോട് പറയണം എന്നുള്ളത്. അപ്പോൾ പറയും ഇങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അതിനുള്ള ക്യാഷ് എക്സ്ട്രാ ഞാൻ കൊടുക്കും. അങ്ങനെ അവരുടെ ബുദ്ധിമുട്ട് തീർത്തിട്ട് നാട്ടിൽ പോവും. ബഷീർ, നീ പറഞ്ഞല്ലോ ഇതൊക്കെ നീ അങ്ങനെ നേടിയെടുത്തതാണെന്ന്. മതിയല്ലോ, നിനക്ക് ആവശ്യത്തിനുള്ളതായല്ലോ. ആയി, ശരിയാണ്. പിന്നെ മനുഷ്യരല്ലേ, അത്യാഗ്രഹം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമല്ലോ. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അറബിയമ്മ. ഞാൻ നിർത്തി പോന്നപ്പോൾ സന്തോഷത്തോടെയായിരുന്നു, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വന്നതിന് ശേഷം. അറബിയമ്മയോട് പതുക്കെ എന്ന പോലെ അതാ ബഷീർ പറയുന്നു, സത്യം പറഞ്ഞാൽ ഞാൻ എക്സിറ്റ് അടിച്ച് പോകുന്നതും ഒഴിവാക്കി പോകുന്നതൊന്നും പറ്റിയിട്ട് തന്നെയല്ല. നമ്മളെ വീടർക്ക്, നമ്മളെ മൂപ്പത്തിയർക്ക്, അവർക്കിങ്ങനെ ഗൾഫിലാണോ ഇഷ്ടംപോലെ പൈസ അങ്ങനെ കയ്യിൽ കിട്ടണം, അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ്. അപ്പോൾ ഞാനങ്ങനെ പോന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യ കാലത്തൊക്കെ നല്ല പ്രയാസം അനുഭവിച്ചിരുന്നു ഞാൻ. കാരണം ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓരോ പറച്ചിൽ വരും. എന്താണ് ഇപ്പോൾ തന്നെ ക്യാൻസലാക്കി പോകുന്നത്, എക്സിറ്റ് അടിച്ച് പോകുന്നത്, ഗൾഫ് കാണാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ ആവണ കാലത്ത് നമ്മൾ വിളിച്ചതാണ്, വിളിക്കായിട്ടല്ല. അപ്പോൾ പറഞ്ഞു എന്തിനാണ് വെറുതെ ക്യാഷ് കേടെടുത്തുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നൂടെ എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അതൊന്നും സാരമില്ല ബഷീർ, സ്ത്രീകളല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാകും. പല സ്ത്രീകൾക്കും പല സ്വഭാവമായിരിക്കുമല്ലോ, അതിനെക്കുറിച്ചൊന്നും പറയണ്ട. എന്തൊക്കെ തന്നെയാലും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തന്നെയല്ലേ. ആ, അതൊക്കെ ശരി തന്നെയാണ് അല്ലേ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ബഷീർ, നമ്മൾ സ്വന്തം ഭാര്യയെക്കുറിച്ചാണെങ്കിലും ആരെക്കുറിച്ചാണെങ്കിലും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ. ഉള്ളത് പറഞ്ഞാലും ഇല്ലാത്തത് പറഞ്ഞാലും എന്തതിൻ്റെ ശിക്ഷ എന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് മീറ്റിങ്ങിനൊക്കെ പറയാറുണ്ടല്ലോ, ഓർമ്മയില്ലേ? അതെല്ലാം മറന്നു അല്ലേ? സത്യം പറഞ്ഞാൽ അറബിയമ്മ, എനിക്ക് അങ്ങോട്ട് തന്നെ വരാൻ ആഗ്രഹമാണ്. അവിടെ ഒരു സമാധാനമാണ്, ഇവിടെ സമാധാനം കിട്ടൽ കുറച്ച് കുറവാണ്. എല്ലാം ഉണ്ട്, വീടുണ്ട്, സ്വത്തുണ്ട്, വാഹനമുണ്ട്, ഷോപ്പുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സമാധാനം കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുക അങ്ങോട്ട് തന്നെ വരണം. അവിടെ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളും, ഇടയ്ക്കിടെ അറബിയമ്മയുടെ ഉപദേശവും അതൊക്കെ കേട്ടിങ്ങനെ ജീവിക്കുമ്പോഴേ വല്ലാത്തൊരു റാഹത്ത് തന്നെയാണ്. അറബിയമ്മ, ഇവിടെ ഒരുപാട് പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങൾ കാണാനുണ്ട്, അതൊക്കെ കാണല്ലേ നമുക്ക്? ബഷീർ, കാണാൻ നല്ല ആഗ്രഹമുണ്ട്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അധികമൊന്നും ഇവിടെ ഉണ്ടാവില്ല, എന്നാലും അൽഹംദുലില്ലാ, മാഷാ അല്ലാ, പച്ചപ്പ് നിറഞ്ഞ നിങ്ങളുടെ ഈ കേരളം എന്ത് ഭംഗിയാണല്ലേ കാണാൻ. അറബിയമ്മ, ഇത്രയൊന്നും അല്ല കേട്ടോ, ഇഷ്ടംപോലെ ഇനി കാണുവാനുണ്ട്, അതൊക്കെ കാണണം. അതിനൊക്കെ എന്തായാലും ഒഴിഞ്ഞു വന്നതല്ലേ, എന്താ പത്ര തിരക്കിട്ട് ഓടാൻ. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വരും എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞാൽ ഞാനുണ്ടാക്കിയ വീടും കാര്യങ്ങളും നിങ്ങൾ തന്ന പണം കൊണ്ടുണ്ടാക്കിയതെല്ലാം എനിക്ക് നിങ്ങളെ ഒന്ന് കാണിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഒത്തുകിട്ടിയില്ല, പിന്നെ നമ്പറും ഒന്നുമില്ലായിരുന്നു. ബഷീർ, എന്നാലും ഒരിക്കൽ കൂടി കാണാൻ പറ്റിയല്ലോ, വളരെ സന്തോഷം. അല്ല, അറബിയമ്മ പറഞ്ഞില്ല നിങ്ങൾ കേരളത്തിലേക്ക് വരാനുള്ള കാരണം എന്ത് സംഭവം, ചികിത്സക്ക് വല്ലതും വന്നതാണോ? അല്ല ബഷീർ, അത് എൻ്റെ മോളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് ഞാൻ. അതായത് അവൾക്ക് ഡെലിവറിയാണ്, ഡെലിവറിക്ക് 2 മാസം കൂടി ഉണ്ട്, 7 മാസമായാൽ കൊണ്ടുപോകുമല്ലോ. അങ്ങനെ മോളോ? അറബിയമ്മക്കോ? ഞാനറിയാതെ. അപ്പോൾ അറബിയമ്മ മറ്റൊരു കല്യാണം കൂടി കഴിച്ചോ? ബഷീർ ചോദിച്ചു. അത് കേട്ട് അറബിയമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേയ് അതൊന്നുമില്ല, അപ്പോൾ എനിക്കൊരു മോളുണ്ട്. അതെങ്ങനെ? അപ്പോൾ കല്യാണം പിന്നെയും കഴിച്ചിട്ടുണ്ടാവും, അല്ലാതെ ഇപ്പം എങ്ങനെ? തലാൽ മാത്രമായിരുന്നു അന്ന് ഞാൻ എക്സിറ്റ് അടിച്ച് പോരുമ്പോൾ. തലാൽ ചെറിയ മോനായിരുന്നു, പിന്നെ ഇതാ പെട്ടെന്ന് ഒരുപാടങ്ങ് വളർന്നിരിക്കുന്നു. അറബിയമ്മയും ബഷീർക്കയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാലും ബഷീർക്കയുടെ ഭാര്യ, അവർ ആ ഒരു ഷോക്കിൽ നിന്ന് ഇപ്പോഴും വിമുക്തയായിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല,
ഈ ലൈലയെ എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള പരിചയം എന്നാണ് അറിയേണ്ടത്. ഇത്രക്കും വലിയ കോഴീശ്വരിയായ അറബിയമ്മ ലൈലയെ അന്വേഷിച്ച് ഈ വീട്ടിലേക്ക് വന്നതിൽ അവൾ ശരിക്കും ഒന്ന് അന്താളിച്ചിരുന്നു. ലൈലയോട് മയത്തിൽ ചോദിച്ചു, ലൈല, അവർ എങ്ങനെയാണിപ്പോൾ നിന്നെ തേടി ഇവിടെ എത്താൻ കാരണം? അത് കേട്ട് ലൈല പറഞ്ഞു, അറബിയമ്മ അങ്ങനെയാണ്. ആരെങ്കിലുമൊക്കെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും അവരുടെ അടുക്കിലേക്ക് എത്തും. പിന്നെ അവർക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കും. അത്രക്കും നല്ല ഒരു സ്വഭാവത്തിനുടമയാണ് അറബിയമ്മ എന്ന് പറഞ്ഞാൽ. അറബിയമ്മയുടെ വീട്ടിലായാലും കമ്പനിയിലായാലും ജോലിക്ക് നിന്നവർക്ക് യാതൊരു വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടും ഇതുവരെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെയാണ് പൊതുവെയുള്ള ഒരു കാഴ്ചപ്പാട്. അറബിയമ്മയും ബഷീർക്കയും അതാ അങ്ങോട്ട് തന്നെ വരുന്നു. ലൈല മോളെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാല്ലേ? അറബിയമ്മ അവളെ സ്നേഹത്തോടു കൂടി വിളിക്കുന്നതും അവളോട് സംസാരിക്കുന്നതും കേട്ടപ്പോൾ ബഷീർക്കയുടെ ഭാര്യയ്ക്ക് ശരിക്കും അസൂയ തോന്നുകയാണ്. ബഷീർക്കയുടെ ഭാര്യയോട് അറബിയമ്മ ചോദിക്കുന്നു, എന്നാൽ ലൈലയെ ഞാനങ്ങ് കൊണ്ടുപോയിക്കോട്ടെ? അത് കേട്ട് ശരിക്കും അവർ ഞെട്ടി. ലൈലയെ കൊണ്ടുപോവേ? അപ്പോൾ ഇവിടെ? അതല്ല, ലൈല ഇനി ഇങ്ങോട്ട് വരുന്നില്ല, അവളെ ഞാൻ കൊണ്ടുപോവാണ്. അത് കേട്ട് ശരിക്കും അവർ ഞെട്ടിത്തെറിച്ചു. എങ്ങോട്ട്? അതെ, ഞാൻ സൗദിയിലേക്ക് കൊണ്ടുപോവാണ് അവളെ. അവളും മക്കളും പോന്നോട്ടെ. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് സുഖമില്ലാത്തൊരാളെന്നൊക്കെയല്ലേ പറഞ്ഞു കേട്ടത്? അതെ, അദ്ദേഹത്തിനുള്ള ചികിത്സ, ട്രീറ്റ്മെൻറ്റ് അതെല്ലാം കൊടുക്കും. എന്നിട്ട് ഇൻഷാ അല്ലാ അസുഖമെല്ലാം മാറിയിട്ട് അവരെല്ലാവരും അവിടെ ജോലി ചെയ്ത് ജീവിക്കട്ടെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ? ബഷീർക്കയുടെ ഭാര്യയുടെ മുഖം വല്ലാതെ ഒരിക്കലും ഇത്രയ്ക്കും വലിയൊരു ഷോക്ക് കേൾക്കും എന്നവർ പ്രതീക്ഷിച്ചില്ല. ലൈലയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഭക്ഷണം പോലും കൊടുക്കാതെ പണിയെടുപ്പിച്ചിട്ടുണ്ട്. പണിയെല്ലാം കഴിഞ്ഞാലും മുറ്റത്തുള്ള പുല്ല് പറിക്കലും അതെല്ലാം ചെത്തിക്കോരലും നന്നാക്കലുമൊക്കെ അങ്ങനെ ചെയ്യിപ്പിക്കും. ഇൻ്റർലോക്ക് ചെയ്ത ഭാഗമെല്ലാം ഉരച്ച് കഴുകിപ്പിക്കും. അടിയും മേലയും എന്നും തുടപ്പിക്കും. അടിച്ചുവാരലും പാത്രം കഴുകലും എല്ലാം ചെയ്യിപ്പിക്കും. അവസാനം വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്ക് വരെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ലൈല പോകാറുള്ളത്. ഇതിപ്പോൾ ഇവൾ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ എനിക്കത് വലിയൊരു തിരിച്ചടിയായിരിക്കും. ഇനിയിപ്പോൾ ഇതുപോലെ പണിയെടുക്കുന്ന ആരെ കിട്ടാനാ? അതിൽ ബഷീർക്കയുടെ ഭാര്യ പറഞ്ഞു, അത് ഓൾ ഈ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. മറ്റൊരാളെ ആക്കിയിട്ട് പോവുകയാണെങ്കിൽ അത്ര പ്രയാസമില്ലായിരുന്നു. അറബിയമ്മ പറഞ്ഞു, അതിന് ഈ വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ, നിങ്ങൾ രണ്ടുപേരും മോനുമല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ജോലിയല്ലേ ഉള്ളൂ. തൽക്കാലം ലൈലയ്ക്ക് കുറച്ച് റെസ്റ്റ്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവളുടെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നതല്ലേ, അദ്ദേഹത്തെ പരിചരിക്കണ്ടേ? പിഞ്ചു മക്കളാണ്. അപ്പോൾ എന്നും ഈ ഒരു വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ പണിയെടുത്ത് നിന്നാൽ എന്തെങ്കിലും കാര്യം കിട്ടുമോ? അതിനേക്കാൾ നല്ലത് അവൾ എൻ്റെ കൂടെ വരട്ടെ, അതാണ് നല്ലത്. പാവം, ഒരു കുടുംബങ്ങളും രക്ഷപ്പെടട്ടെ. അറബിയമ്മയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. അതിനു മുമ്പിൽ ബഷീർക്കയുടെ ഭാര്യയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ലൈലയാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമല്ലോ എന്നുള്ള ചിന്തയാണ്. പക്ഷെ പിന്നീടൊരിക്കലും അങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് ലൈലയ്ക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ആ കാര്യത്തിലും അല്പം ഭയമുണ്ട്. ഒരിക്കൽ ഇങ്ങോട്ട് വരേണ്ടി വന്നാലോ, അവരെന്നെ പരിഗണിക്കുമോ എന്നുള്ള കാര്യത്തിൽ. പഠിച്ചവനെ, ഇനിയും ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാനുള്ള വിധി ഉണ്ടാക്കല്ലേ റബ്ബേ. അറബിയമ്മ വന്നപ്പോൾ തന്നെ അവൾക്ക് പകുതി ആശ്വാസമായി. ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടണം, അതാണ് ബുദ്ധി. അല്ലെങ്കിൽ ഒരിക്കലും എന്നെ വിടില്ല. ഇവിടുത്തെ പണിയെല്ലാം കഴിപ്പിച്ച് വൈകുന്നേരം മഗ്‌രിബ് ബാങ്ക് കൊടുക്കും. അതും ഗസ്റ്റ് വല്ലരും ഉണ്ടെങ്കിൽ തന്നെ രാത്രിക്കത്തെ ഫുഡും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് കിടക്കുവാൻ വേണ്ടി മാത്രമാണ് അവർ പോകാറുള്ളത്. എന്തൊക്കെ തന്നെയായാലും തൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഇവിടെ തീരുന്നു എന്നൊരു തോന്നൽ അതാ ലൈലയ്ക്ക് ഉണ്ടാവുകയാണ്. അറബിയമ്മ പറഞ്ഞു, ലൈല, എന്നാൽ പോകാം. അപ്പോൾ തന്നെ അവളെ കൊണ്ടുപോകുന്നത് ഒരിക്കലും ഇവർ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ലൈല ഒന്ന് ഫ്രഷായി അവളുടെ ഡ്രസ്സ് അണിയുന്നു. സത്യം പറഞ്ഞാൽ അറബിയമ്മയുടെ മുമ്പിലേക്ക് വന്നപ്പോൾ അറബിയമ്മ ശരിക്കും നോക്കിയൊന്ന് പോയി. ലൈല സുന്ദരിയാണ് കേട്ടോ. അവൾ നാണിച്ച് മുഖം താഴ്ത്തി. അതൊന്നും അവർക്ക് പറ്റുന്നേ ഇല്ല. അവൾ ഇങ്ങനെയൊരു ഇറക്കം ഒരിക്കലും പ്രതീക്ഷിച്ചതുമല്ല. അറബിയമ്മ ലൈലയുടെ കൈപിടിച്ചുകൊണ്ട് അത് വാഹനത്തിനടുത്തേക്ക് ചെല്ലുന്നു. ശരിക്കും ബഷീർക്കയുടെ ഭാര്യയ്ക്ക് അതെല്ലാം കണ്ടപ്പോൾ കലിയാണ് തോന്നിയത്. പോകട്ടെ, എന്നിട്ട് വേണം ബഷീർക്കാക്ക് കാണിച്ചു കൊടുക്കാൻ.
അവർ മനസ്സിലുറപ്പിച്ചു. ഒരിക്കൽ കൂടി ലൈല തിരിഞ്ഞു നിന്നുകൊണ്ട് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സലാം പറഞ്ഞുകൊണ്ട് പിരിയുന്നു. ബഷീർക്കാക്ക് അറബിയമ്മയെ വിടാൻ താല്പര്യമില്ലായിരുന്നു. ഇവിടെയൊക്കെ റൂമുണ്ട് ഇഷ്ടം പോലെ, അവിടെ നിന്ന് എടുത്ത് നമുക്ക് താമസിക്കാം, നല്ല കേരളത്തിൻ്റെ ഭംഗിയൊക്കെ കാണുന്ന നല്ല രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അറബിയമ്മയെ അത് കൊതിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ ബഷീർ പിന്നെ വരാം, ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാണ്ടേ, പാസ്പോർട്ട് എടുക്കാൻ പോകണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇവരുടെ പിതാവിൻ്റെ സ്ഥിതി, അതായത് അവളുടെ ഹസ്ബൻഡിൻ്റെ സ്ഥിതിയൊക്കെ അറിയുന്നതല്ലേ. വളരെയധികം പരിതാപകരമായ അവസ്ഥയിലാണ് അവർ കഴിഞ്ഞു പോകുന്നത്. പുറം ലോകമൊന്നും അവരെക്കുറിച്ച് അറിയുന്നേയില്ല. അറബിയമ്മയുടെ വാക്കുകൾ കേട്ട് ബഷീർക്ക് പറഞ്ഞു, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ അറിയാത്തവരായിട്ടുണ്ടാകും. നമ്മൾ തൊട്ട അയൽവാസികളൊന്നും അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരൊന്നുമല്ല, എല്ലാവരും കുഴപ്പമില്ലാത്ത ആൾക്കാർ തന്നെയാണ്. ബഷീർ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുവാനുണ്ട്, ഇൻഷാ അല്ലാ നമുക്ക് പിന്നെ കാണാം കേട്ടോ, തലാൽ വണ്ടി എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അറബിയമ്മ അതാ വാഹനത്തിൽ കയറുന്നു. കൂടെ ലൈലയും. സലാം പറഞ്ഞുകൊണ്ട് അവർ പുറപ്പെട്ടു. ബഷീർക്ക വീട്ടിലേക്ക് തിരിച്ചു വന്നു. അല്ല മനുഷ്യ, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? എന്തിടേ നിങ്ങൾ എന്ത് പൊട്ടത്തിനെ കാണിച്ചതെന്നാണ് ചോദിക്കണത്, എന്താ കാര്യം പറയും? അല്ലേ അത്രക്കും നല്ല ജോലിയൊക്കെ ഇട്ടെറിഞ്ഞിട്ട് ഇവിടെ നാട്ടിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ. നാട്ടിൽ വെറുതെ നിൽക്കില്ല, നമുക്കുള്ളതൊക്കെ നേടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇനി നിനക്ക് എന്താ വേണ്ടത്? അല്ലേ എന്തൊക്കെ തന്നെയായാലും ഗൾഫത്തെ ക്യാഷ് ഇവിടെ കിട്ടുമല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ എണ്ണ ഉണ്ടാക്കണേക്കാളും നല്ലത് ഗൾഫിൽ നിന്ന് ആ മാസത്തിൽ കിട്ടുമ്പോൾ അതെന്തൊരു സന്തോഷമാണ്. അതിനാണെങ്കിൽ നല്ല മൂല്യം ഉണ്ടാവും. അപ്പോൾ ഗൾഫിൽ നിന്ന് ശീലമായവർക്ക് നാട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. എന്നാലും ആ അറബിയമ്മ പറഞ്ഞത് വല്ലാത്തൊരു കാര്യം തന്നെയാണ്. അതായത് നിങ്ങൾ കുറച്ച് കാലം ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സമ്പാദിച്ചിട്ട് നാട്ടിലേക്ക് പോവുക, ഒരുപാട് ജീവിതകാലം മുഴുവൻ ഗൾഫിൽ നിൽക്കുക എന്നുള്ളൊരു സിറ്റുവേഷന് അതിവിടെ വേണ്ട എന്നാണ് അറബിയമ്മ പറഞ്ഞത്. അതിനുള്ള ശിക്ഷയെ എനിക്ക് കൂടി ലഭിക്കേണ്ടി വരും. സാധാരണയായി 4 മാസത്തിലധികം ഭാര്യയെ പിരിഞ്ഞിരിക്കരുത് എന്നാണല്ലോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ അതിനുള്ള ചാൻസ് കൊടുക്കാഞ്ഞാൽ പിന്നെ എന്താ, ഞാനിവിടെ ഇങ്ങനെ ബിസിനസ് ചെയ്ത് ജീവിച്ചിട്ട് കാര്യം? ഇസ്ലാമികമായ ചുറ്റുപാടിൽ എല്ലാം നിങ്ങൾക്കുള്ള ഓഫറുകളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് തരും ഇൻഷാ അല്ലാ. നിങ്ങൾ നാട്ടിലേക്ക് പോകാതിരിക്കരുത്. അതുപോലെ തന്നെ ഒരു കൃത്യമായ സമയമാകുമ്പോൾ നിങ്ങൾക്ക് എക്സിറ്റ് അടിച്ച് പോകാം, അതായിരിക്കും നല്ലത്. അങ്ങനെ നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു. എന്തായാലും അൽഹംദുലില്ലാ ഇങ്ങോട്ട് കാണാൻ വന്നല്ലോ, അതും വല്ലാത്തൊരു ഇക്ക. അതൊരിക്കലും അങ്ങനെ ഒന്നല്ല, ലൈലയെ കാണാൻ വേണ്ടി വന്നതാണ്. അവർ തമ്മിൽ എന്തൊക്കെയോ ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എന്തൊക്കെ തന്നെയായിട്ടും ഒരു പിടുത്തം കിട്ടണില്ല. പാവങ്ങളെ കണ്ടുപിടിച്ച് എന്തെങ്കിലും കൊടുക്കുന്നവരാണ് അറബിയമ്മ. അപ്പോൾ അതൊരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാവും, കണ്ടറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. അല്ലേക്ക ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടി വരെ നോക്കുന്നുണ്ട്, പിന്നെ ഇപ്പം എങ്ങനെ? അതിനെന്താ, അറബിയമ്മക്ക് അറ്റമില്ലാത്ത സമ്പാദ്യമുണ്ട്, ഒരുപാട്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളവർ കൊണ്ടുപോയിക്കോട്ടെ, നല്ല രീതിയിൽ റാഹത്തായി എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ. അതാണ് അറബിയമ്മ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. ഒരാളും ബുദ്ധിമുട്ടാവരുത് എൻ്റെ അടുത്ത് വന്നിട്ട്, എല്ലാവർക്കും നല്ല റാഹത്തോടു കൂടിയുള്ള ജോലിയും എന്ന് കരുതി ഫുൾ ടൈം ജോലി എന്നല്ല, ഒരു ലിമിറ്റിന്. എന്നാൽ കണക്കിലധികം സാലറിയും തരാറുണ്ട് കേട്ടോ. മാഷാ അല്ലാ അൽഹംദുലില്ലാ. അറബിയമ്മയെക്കുറിച്ച് പറയുമ്പോൾ ബഷീറിന് 100 നാവാണുള്ളത്. അതെല്ലാം ഭാര്യ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാലും ഭാര്യയുടെ മനസ്സിൽ അതൊന്നും അല്ലായിരുന്നു. ലൈല ഗൾഫിലേക്ക് പോവേ, എന്താപ്പത്? ഒരിക്കലും വിചാരിക്കാത്ത ഒരു സംഭവമാണുള്ളത്. അത് പറഞ്ഞപ്പോൾ അത് അവർ പറഞ്ഞു. ആര് പറഞ്ഞു? എത്ര ഫാമിലി കയറിപ്പോയതാ. അവർ ഉംറ ചെയ്തിട്ടുണ്ട്, എല്ലാവരും നല്ല റാഹത്തോടു കൂടി തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ടാവും, സമ്മാനങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ കൊടുക്കുന്ന ആളാണ് അറബിയമ്മ. അപ്പോൾ അള്ളാഹു അവർക്ക് വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടേയിരിക്കും, അങ്ങനെയല്ലേ? അവൾക്ക് ഒന്നും മിണ്ടുവാനുണ്ടായിരുന്നില്ല, അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ നിനക്ക് ഇത്രയൊരു മൂഡ് ഓഫ്? അറബിയമ്മ വന്ന സമയത്ത് തന്നെ ഞാൻ ശ്രദ്ധിക്കണമല്ലോ. ഹേയ് ഒന്നുമില്ല, ഇനിയിപ്പോൾ ആരെ കിട്ടാനും ഇവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ? ബഷീർക്ക തമാശയിൽ അത് പറഞ്ഞു. എന്നാൽ ഞാൻ ഒരു പെണ്ണും കൂടി അങ്ങോട്ട് കെട്ടാം, അതായിരിക്കും നല്ലത്. അങ്ങനെയാകുമ്പോൾ നിനക്ക് പണിയെടുക്കാനും ഒരാളാവുമല്ലോ, സംസാരിച്ചിരിക്കാനും കഥ പറയാനൊക്കെ. ബഷീർക്കയുടെ തമാശ ഒരിക്കലും അയാളുടെ ഭാര്യയ്ക്ക് പറ്റിയില്ല. അവൾ ദേഷ്യത്തോടെ അയാളെ നോക്കുന്നു. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.